നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൻ്റെ 2025 പുതിയ ഓരോരോ അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു പുതിയ അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവരുന്നത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 2025 ഫെബ്രുവരി 10 മുതൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിയിലും കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ഓരോരോ പോളിസിനെ കുറിച്ചിട്ടും വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ പോളിസി ഏതെങ്കിലും തെറ്റിക്കുകയോ അതിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിടുന്ന വീഡിയോസ് ഒരു പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അതിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ റൂൾസ് എന്നുള്ളത്, മാറ്റപ്പെട്ട റൂൾസ് എന്നുള്ളത് നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. ആദ്യമായിട്ടും അവർ പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിലെ ഹറാസ്മെൻറ്റ് പോളിസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഹറാസ്മെൻറ്റ് പോളിസി പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിലും അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ യൂട്യൂബ് വരുത്തിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ഈ ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി വീഡിയോസ് ചെയ്യാൻ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതിനു മുമ്പ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബിൽ പറയുന്നത് PII എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ്. അതായത് നോൺ പബ്ലിക് പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ എന്നതാണ് അതിൻ്റെ മുഴുവനായിട്ടും അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. എന്താണെന്ന് തെളിവായിട്ട് പറയുകയാണെങ്കിൽ, പബ്ലിക്കിൽ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൈഡ് ലൈൻ പോളിസി വിരുദ്ധമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങളുടെ വീഡിയോയിൽ ഒരിക്കലും ഉൾപ്പെടുത്തുവാനായിട്ട് പാടില്ല. അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ആരുടെയെങ്കിലും വീടിൻ്റെ അഡ്രസ്സോ ഇമെയിൽ അഡ്രസ്സോ പിന്നെ ഈ സൈൻ ഇൻ ചെയ്യുന്നതിൻ്റെ നമ്മളിപ്പം യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. യൂസർ നെയിം, ഫോൺ നമ്പർ, പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇതുപോലെ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് യൂട്യൂബിൻ്റെ പോളിസി വയലേഷനായിട്ട് യൂട്യൂബ് അത് കണക്കാക്കും. ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിന് പുറമേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പേഴ്സണൽ ഇൻഫർമേഷൻ ഏത് വിഷയത്തിലാണെങ്കിലും അതൊന്നും ഇനി പബ്ലിക്കായിട്ട് ആരും വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ PII പോളിസി പ്രകാരം നിങ്ങൾക്ക് സ്ട്രൈക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേർക്ക് അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ, അബ്യൂസീവ് എന്ന് പറഞ്ഞാലും അറിയാമല്ലോ, വൃത്തികെട്ട പെരുമാറ്റം, മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, അധിക്ഷേപകരമായിട്ടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ളതൊന്നും യാതൊരു രീതിയിലും തന്നെ വ്യക്തികൾക്ക് എതിരെ ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പാടില്ല ഇനി മുതൽ. റൂളിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയോ ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യുകയോ അങ്ങനെ ഉൾപ്പെടുത്തുകയോ ചെയ്താലും അതും നിങ്ങൾക്ക് പോളിസി വയലേഷനായിട്ടാണ് ഇനി മുതൽ ഫെബ്രുവരി 10 മുതൽ യൂട്യൂബ് കണക്കാക്കുവാൻ ആരംഭിക്കും. വരുന്ന പ്രധാനപ്പെട്ട ഒരു പോളിസി മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ പേര് ചേർന്ന് ഏതെങ്കിലും ഒരു മൈനർ, അതായത് പ്രായപൂർത്തി ആകാത്ത ഒരു ആളുടെ എതിരെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലും അത് യൂട്യൂബ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പോളിസി വയലേഷനായിട്ട് തന്നെ ഇനി മുതൽ കണക്കാക്കുവാനായിട്ട് തുടങ്ങുന്നു. വേറെ ഒരു പ്രധാനപ്പെട്ട മാറ്റം പോളിസിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ഇല്ല ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആക്ഷേപകരമായിട്ടോ ഇല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലോ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ട്രോൾ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നവരും അത് യൂട്യൂബിൻ്റെ പോളിസി വയലേഷനായിട്ട് തന്നെ ഇനി മുതൽ കണക്കാക്കുവാൻ തുടങ്ങും. അപ്പോൾ
പലരും ശ്രദ്ധിക്കാതെ ഒരു തമാശയ്ക്കൊക്കെ വേണ്ടി ഇതുപോലെയുള്ള പല കണ്ടൻറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇനി മുതൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് സ്ട്രൈക്ക് തരും എന്നാണ് ഇനി തൊട്ടുള്ള പോളിസിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽ പെടുകയും ആരെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് എതിരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ യൂട്യൂബിൻ്റെ ടീം വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അത് കണ്ട് മനസ്സിലാക്കി റിവ്യൂ ചെയ്തതിന് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ, എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തീരുമാനം എടുക്കും. അപ്പോൾ ഫെബ്രുവരി 10 മുതലും എല്ലാവരും വളരെ ശ്രദ്ധിച്ചും മനസ്സിലാക്കിയിട്ടും വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം യൂട്യൂബ് കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള പല പുതിയ അപ്ഡേറ്റ്സും കൊണ്ടുവരുന്നുണ്ട്. റൂൾസ് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ചാനലിനെ ബാധിക്കാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ ചാനലിനെ രക്ഷിക്കാനും സാധിക്കും. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഒരു ചാനലിൽ അവരുടെ കണ്ടൻറ്റൊക്കെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തും അത് ഷൂട്ട് ചെയ്തും വളരെയധികം സമയം ഒക്കെ ചിലവാക്കിയിട്ടൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് വരുമ്പോൾ അത് അപ്പം തന്നെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോസും കുറേ ഫാമിലി മെമ്പേഴ്സ് കാണാതെ മിസ് ചെയ്തു എന്ന് തോന്നുന്നു. വീഡിയോസ് കാണാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പക്ഷേ പതിവായിട്ട് കാണുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഓരോരോ വീഡിയോസും വരുമ്പോഴേക്കും അത് കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയുള്ള വീഡിയോസിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.